ഹലോ എവരിവൺ. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ മാജിക് പ്രോ എന്ന ബോട്ടിന്റെ ലാസ്റ്റ് 1 മന്തിലെ പെർഫോമൻസ് ആണ് കാണുന്നത്. അതേപോലെ നമുക്ക് ലാസ്റ്റ് വീക്കിലെ പെർഫോമൻസും കാണാം. ഓക്കെ. അതായത് ഈ ഒരു ബോട്ട് കംപ്ലീറ്റ്ലി വർക്ക് ചെയ്തത് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സിന്റെയും കുറെ കാൽക്കുലേഷൻസിനും ബേസിലാണ്. അപ്പോൾ ഒരിക്കലും ഞാനിവിടെ നിങ്ങൾക്ക് ലോസ് ഉണ്ടാവില്ല, പ്രോഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള ഗ്യാരണ്ടി ഒന്നും പറയുന്നില്ല. ഇതൊരു ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ബോട്ട് മാത്രമാണ്. അപ്പൊ ഞാൻ ഇവിടെ നമ്മുടെ മെറ്റാഡേറ്റ 5 ഞാൻ നമ്മുടെ ബോട്ടിന്റെ ടെസ്റ്റർ എടുത്തു. ഓക്കെ, നമ്മുടെ സ്ട്രാറ്റജി ടെസ്റ്ററാണ്. നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ആ സ്ട്രാറ്റജി ഈ ഒരു ടെസ്റ്ററിൽ വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പ്രീവിയസ് ഡാറ്റാസ് എല്ലാം വെച്ച് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഈ ഒരു ബോട്ടിന്റെ പെർഫോമൻസ് ആണ് ചെക്ക് ചെയ്യുന്നത്. ലാസ്റ്റ് 1 മന്തിലെ പെർഫോമൻസ് ആണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തത്. ഓക്കെ, ഞാൻ ഇവിടെ കൊടുത്തത് ലാസ്റ്റ് 1 മന്തിലെ പെർഫോമൻസ്. ഓക്കെ, ഞാൻ ഉപയോഗിക്കുന്ന ബ്രോക്കർ XNS ആണ്. പിന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 100 USD ആണ്. ലിവറേജ് 1:100 ലിവറേജും. അപ്പൊ ബേസിക്കലി ഈ ബോട്ടിന് ഒരുപാട് സെറ്റിങ്സും കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ആ കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. ജസ്റ്റ് ബോട്ടിന്റെ പെർഫോമൻസ് മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇത്രയും ഡാറ്റാസ് കൊടുത്തു, ഞാൻ ഇത്രയും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുത്തു. ഞാൻ ഇവിടെ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യാണ്. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെപ്പറേറ്റ് വിൻഡോ ഓപ്പൺ ആയി വരും. ഇത് ബേസിക്കലി ടെസ്റ്റർ വിഷ്വലൈസ് ചെയ്ത് കാണിക്കുകയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് $100 ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 220 ആയി. അങ്ങനെ അത് കയറി പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഫാസ്റ്റ് ആയി കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ സ്ലോ ആയിട്ട് വേണമെങ്കിൽ സ്ലോ ആയിട്ടും കാണാൻ പറ്റും. അപ്പൊ അത് വീഡിയോയുടെ ഡ്യൂറേഷൻ കൂടി പോകുന്നുണ്ട്, ഞാൻ ഫാസ്റ്റ് ആയി കാണിക്കുകയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് $100 ഇപ്പൊ അത് 300 അബവ് ആയിട്ടുണ്ട്. ഇവിടെ ഹിസ്റ്ററി പോയി കഴിഞ്ഞാൽ ഓരോ എൻട്രിയും എടുത്തതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും കേട്ടോ. അതേപോലെ ഓപ്പറേഷൻസിൽ പോയി കഴിഞ്ഞാൽ വേറെയും കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടും. ജേണലിൽ പോയി കഴിഞ്ഞാൽ അവിടെയും കിട്ടും കുറച്ച് ഇൻഫർമേഷൻസ്. നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാനൊക്കെ അത് ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ ലാസ്റ്റ് 1 മന്ത് ഡാറ്റ ആണ് ഇപ്പം. അതിൽ 100 USD സ്റ്റാർട്ട് ചെയ്ത അക്കൗണ്ട് ഇപ്പം 400+ ആയി. ഓക്കെ, നിങ്ങളുടെ കാണാൻ പറ്റും ഇവിടെ ഡേറ്റും കാര്യങ്ങളൊക്കെ. ഇപ്പൊ 9th ഡിസംബർ ആണിത്. 462, 471. ഡേറ്റ് ഇപ്പൊ ഏതാണ്ട് 10th തെറ്റുള്ളൂ. നമ്മൾ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ 0.01 മാത്രമാണ് എടുത്തത്. നമ്മൾ ലോട്ട് സൈസ് കൂട്ടിയിട്ടേ ഇല്ല കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ ഇത് ഏത് സെക്ഷനിലാണ് എൻട്രി എടുക്കുന്നതിന്റെ ഇൻഫർമേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലണ്ടൻ ആണ്, ന്യൂയോർക്ക് ആണ്, പിന്നെ ആ സെക്ഷനിൽ എത്ര എൻട്രി എടുത്തു എന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഇവിടെ ചാർട്ട് തന്നെ കാണിച്ചു തരും. 485 ആയി. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 1 മുതൽ ഡിസംബർ 20 ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതായത് ലാസ്റ്റ് 1 മന്ത് എന്നുള്ള ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്തത്. ഇറ്റ്സ് അമേസിംഗ് റൈറ്റ്. ഇവിടെ ഡാറ്റ വിൻഡോയിൽ പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്പ്രെഡും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അത് നിങ്ങളുടെ ബ്രോക്കറിനനുസരിച്ച് ഡിപ്പെൻഡ് ആയിരിക്കും. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്നത് വേറെ ഏത് ബ്രോക്കർ ആണെങ്കിൽ ആ ബ്രോക്കറിലുള്ള സ്പ്രെഡും കാര്യങ്ങളൊക്കെ ഡിഫറൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഈ കാണുന്ന എമൗണ്ടിൽ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. യെസ്, നമ്മൾ ഈ ഒരു ഡേ വരെ ചെക്ക് ചെയ്തു. അതായത് ഡിസംബർ 18th വരെ നമ്മൾ ചെക്ക് ചെയ്തു. $690 വരെ നമുക്ക് പ്രോഫിറ്റ് ആയിട്ടുണ്ട്. അതായത് കണ്ടിന്യൂസ് ഈ ഒരു ബോട്ട് റൺ ചെയ്താണ്. നമ്മൾ സിസ്റ്റം ഓഫ് ചെയ്യാൻ പറ്റില്ല, സിസ്റ്റം കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യണം. സിസ്റ്റം കണ്ടിന്യൂസ് റൺ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലൗഡിൽ PC ബിൽഡ് ചെയ്തിട്ട് VPS വെച്ചിട്ട് സിസ്റ്റം റൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ഇന്റർനെറ്റ് കണക്ഷനും ഫാസ്റ്റ് ആയിട്ടുള്ള PC എല്ലാം കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് 1 വീക്കിലെ പെർഫോമൻസ് നോക്കാം. അപ്പൊ ഞാനിവിടെ ഡേറ്റ് എന്നുള്ളത് കസ്റ്റം പീരീഡ് ആക്കിയിട്ട് ഇവിടെ നമ്മൾ ഇന്നിപ്പോൾ 20th, ഞാൻ 15th ടു 19th വരെ കൊടുക്കുകയാണ്. ലെറ്റ്സ് സീ.
ഇപ്പൊ ഡേറ്റ് ഏതാണ്ട് 16 എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. 181 ആയിട്ടുണ്ട്, 178, 193, യാ 234, 247, 270, യാ 281, യാ വാവ്, നിയർലി 300 USD. ഓക്കെ, നമുക്കിനി വേറെ ഡേറ്റ് റാൻഡായിട്ട് പിക്ക് ചെയ്യാം. നമുക്ക് നവംബർ 1 മുതൽ നവംബർ നവംബർ 1 പറയുമ്പോൾ സാറ്റർഡേ ആണ്. അപ്പം നമുക്ക് മൺഡേ സ്റ്റാർട്ട് ചെയ്യാം. നവംബർ 3 മുതൽ നവംബർ 3 മുതൽ നവംബർ 7 വരെ. ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 153 എത്തിയിട്ടുണ്ട്, 166. ഇത് ഫണ്ടഡ് അക്കൗണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഫണ്ടഡ് അക്കൗണ്ട് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ചിലപ്പോൾ അവർ പേ ഔട്ട് തരാൻ സാധ്യതയില്ല. കാരണം സ്കാൽപ്പിംഗ് എന്നൊക്കെ പറഞ്ഞാൽ സ്കാൽപ്പിംഗ് അവർ അലോ ചെയ്യുമെന്ന് അറിയില്ല. പിന്നെ ബോട്ട് റൺ ചെയ്യാൻ പറ്റാൻ സാധ്യത വളരെ കുറവാണ്. അതേപോലെ തന്നെ വേറെ പ്രശ്നം എന്താ വെച്ചാൽ കോപ്പി റൈറ്റിംഗ് പറയും, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ ജസ്റ്റ് 100 USD ആണ്. അതുകൊണ്ട് വലിയൊരു ക്യാപിറ്റൽ ഒന്നും അല്ല. നമ്മളൊരു ഫണ്ടഡ് അക്കൗണ്ട് വാങ്ങുന്ന പൈസ തന്നെ 307. ഓക്കെ, ലാസ്റ്റ് അല്ല, നവംബർ 1 മുതൽ നമ്മുടെ കൊടുത്ത ഡേറ്റ് എന്തായിരുന്നു? നവംബർ 11, നവംബർ 3 മുതൽ നവംബർ 11 വരെ. യെസ്, അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ ബോട്ട് റൺ ചെയ്യുന്നത്. ഓക്കെ, ഇനി ബോട്ടിന്റെ ബോട്ട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, ബോട്ട് നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.